ഗവർണറെ SFI പ്രവർത്തകർ തടഞ്ഞ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രത്തിന്റെ നീക്കം എന്താകുമെന്ന് കാത്തിരിക്കുകയാണ് രാജ്ഭവൻ. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇന്നലെ തന്നെ. അതേസമയം മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിൽ സർക്കാരുമായുള്ള പോര് ഗവർണർ കടുപ്പിക്കുന്നത് നാടകമാണെന്ന ആരോപണം മുന്നോട്ട് വെക്കുകയാണ് പ്രതിപക്ഷം. അത് കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗം 1 മിനിറ്റ് 27 സെക്കൻഡിൽ ഈ ഗവർണർ അവസാനിപ്പിച്ചപ്പോഴും പ്രതിപക്ഷം പറഞ്ഞത് ഇത് തന്നെയാണ്. ഇത് സർക്കാർ ഗവർണർ നാടകത്തിന്റെ ബാക്കിയാണ് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതിപക്ഷം ഇനി നേരിടാൻ പോകുന്നത്? സർക്കാർ ഗവർണർ പോര്, അത് നമ്മളിപ്പോൾ ഓരോ ദിവസവും പറയും പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് എന്നൊക്കെ. ഇനിയിപ്പോൾ പുതിയ തലത്തിലേക്ക് കടക്കാനൊന്നുമില്ല, ഓരോ സംഭവങ്ങൾ മാറി മാറി വരുന്നേ ഉള്ളൂ. പോര് അതിൻ്റെ പാരമ്യതയിൽ തന്നെയാണ്. അമൽ തേനമ്പറമ്പിൽ കൂടുതൽ വിവരങ്ങളുമായിട്ടുണ്ട്. അമലിലേക്ക് പോവുകയാണ്. അമൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഇന്നലെ കണ്ടതാണ് ഗവർണറുടെ റോഡ് ഷോ, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം, ഗവർണറും പ്രതികരിച്ചു. അപ്പോൾ ഇതൊക്കെ നൽകുന്ന സൂചന ഈ ഏറ്റുമുട്ടൽ ഈ അടുത്ത കാലത്തൊന്നും അവസാനിക്കില്ല എന്നാണ്. അതായത് ഗവർണറെ തിരിച്ചു വിളിക്കാതെ ഈ ഏറ്റുമുട്ടലിൽ ഒരു പരിഹാരം ഉണ്ടാകില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്നലത്തെ സംഭവങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോടൊക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ടല്ലോ. ഇനി അതിൻ്റെ നടപടികൾ എങ്ങനെയായിരിക്കും? ഒരു സമരമൊക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഒരു പ്രവചനമൊക്കെ നടത്താൻ സാധിക്കും. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് മുൻപും ഗ്രനേഡ് പ്രയോഗിക്കുന്നതിന് മുമ്പൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകും, അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ അടുത്ത നിമിഷം അടി നടക്കും എന്നൊക്കെ നമുക്ക് പ്രവചിക്കാൻ കഴിയും. പക്ഷേ ഈ ഗവർണറുടെ കാര്യത്തിൽ അതൊന്നുമല്ല. ഇന്നലെ ഞാൻ കൊല്ലം മുതൽ സദാനന്ദപുരം മുതൽ തിരുവനന്തപുരം വരെ ഗവർണറെ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ പോരുന്ന സമയത്ത് നമ്മളോട് SFIക്കാരൊക്കെ പറഞ്ഞിരുന്നത് എവിടെയെങ്കിലുമൊക്കെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നാണ്. പ്രതിഷേധം കണ്ടാൽ ഉടൻ തന്നെ പിന്നീട് എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗവർണർ ഒരുപക്ഷെ റൂട്ടിലേക്ക് ഇറങ്ങും, പ്രതിഷേധക്കാർക്കിടയിൽ പോയി ഗവർണറും പ്രതിഷേധിക്കും, പോലീസുകാരോട് തട്ടിക്കയറും. ഇന്നലെ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമാണ് അവർക്കെതിരെ 124 വകുപ്പിട്ട് കേസെടുത്തത്. 17 SFIക്കാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് 124 ആണ്. സമീപകാലത്തൊന്നും ആ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. പോലീസുകാർ നിർബന്ധിതരായി എന്ന് തന്നെ പറയേണ്ടി വരും ആ 124 ഇട്ട് കേസെടുക്കാൻ വേണ്ടി. അതിനുശേഷമാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുന്നത്. അതിനുശേഷം അപ്രതീക്ഷിത നീക്കങ്ങൾ പലതും കണ്ടു. ഇന്നലെ അഞ്ജിത് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി കാത്തിരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പാരമിതിയിലാണ് ഗവർണർ സർക്കാർ പോര്. ഇന്നലെ വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ തിരുവനന്തപുരത്ത് വെച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഗവർണർ വന്നത് കേരള പോലീസിൻ്റെ സുരക്ഷയിലാണ് എങ്കിൽ ഗവർണർ അവിടെ നിന്നും മടങ്ങിയത് CRPF സുരക്ഷയിലാണ്. അതായത് ഇപ്പോൾ ഗവർണർ ഉള്ളത് CRPFിൻ്റെ സുരക്ഷയിലാണ്, കേന്ദ്ര സുരക്ഷയിലാണുള്ളത്. ഗവർണർ ഇന്നലെ വൈകുന്നേരം എന്തായാലും ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബംഗളൂരുവിൽ നിന്നും ഡൽഹിക്ക് പോകും. അതിനിടയിൽ ഒരു ദിവസമുള്ള സമയം മുംബൈയിലും പോകുമെന്നാണ് മനസ്സിലാകുന്നത്. ഡൽഹിയിൽ പോയി അമിത്ഷായുമായി കൂടിക്കാഴ്ചയുണ്ട്. കേന്ദ്ര ഇടപെടൽ ഈ വിഷയത്തിൽ കൃത്യമായി തന്നെ ഉണ്ടാകുന്നു. ഇതാദ്യമായല്ല ഗവർണർക്കെതിരെ SFI പ്രതിഷേധം ഉണ്ടാകുന്നത്, തുടർച്ചയായി ഉണ്ടാവുകയാണ്. കോഴിക്കോട്ടെ സംഭവവും തിരുവനന്തപുരത്ത് ഗവർണറുടെ വാഹനത്തിൽ SFI പ്രവർത്തകർ അടിച്ച സംഭവവും ഇന്നലത്തെ സംഭവവും എല്ലാം കൂട്ടിച്ചേർത്ത് ഈ വിഷയത്തെ വളരെ ഗൗരവമായി തന്നെയാണ് കേന്ദ്രവും കാണുന്നത്. കാരണം ഒരു ഗവർണർക്ക് നേരെ തുടർച്ചയായ പ്രതിഷേധം ഉണ്ടാവുകയാണ്. ബംഗാളിൽ ജഗദീപ് ധൻഖർക്കെതിരെ സമാനമായ പ്രതിഷേധം ഉണ്ടായപ്പോൾ കേന്ദ്ര ഇടപെടൽ നമ്മൾ കണ്ടതാണ്. അന്ന് കേന്ദ്രത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും അവരെ വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്ന് കേന്ദ്രം പോയിരുന്നു. അതിന് സമാനമായ ഒരു നീക്കത്തിലേക്ക് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ചീഫ് സെക്രട്ടറിയോട് എന്തായാലും വിശദീകരണം തേടിയിട്ടുണ്ട്. ഗവർണർ എന്തായാലും ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെയില്ല. അതിനാൽ തന്നെ കേരളത്തിൽ ഗവർണർ സർക്കാർ പോരിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയില്ല. തെരുവോരങ്ങളിൽ ഇന്നലെ കണ്ടതുപോലത്തെ കാഴ്ച ഉണ്ടാകില്ല. ഡൽഹിയിലുണ്ട്. ഇനിയിപ്പോൾ ഡൽഹിയിൽ SFIക്കാരുടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും സമാനമായ കാഴ്ച ആവർത്തിക്കും. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനുശേഷം ഗവർണറുടെ ഒരു മടങ്ങിവരവ് മറ്റന്നാളാണ് ഉണ്ടാകുന്നത്. അത് വൈകുന്നേരമാണ്. വൈകുന്നേരം വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എന്നെല്ലാം ഗവർണർ സമീപകാലത്ത് വന്നിട്ടുണ്ടോ അന്നെല്ലാം SFIക്കാരുടെ പ്രതിഷേധം വഴിനീളമുണ്ടായിരുന്നു. ഇനിയും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിന് സമാനമായ കാഴ്ച, അതായത് ഇന്നലെയൊക്കെ കണ്ടതുപോലെ ഗവർണർ വീണ്ടും വഴിയിലേക്ക് ഇറങ്ങുമോ? CRPF ആണ് കൂടെയുള്ളത്, കേരള പോലീസിൻ്റെ സുരക്ഷയല്ല ഉള്ളത്. അതിനാൽ തന്നെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഗവർണർ പോര് ഇങ്ങനെ തുടരുമ്പോൾ പ്രതിപക്ഷം കൃത്യമായ വിമർശനം ഉന്നയിക്കുന്നത് ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള തരത്തിലാണ്. അത് കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ കാര്യത്തിലും പറഞ്ഞിരുന്നു. ഗവർണർ വായിച്ച് ഒപ്പിട്ട് മടക്കി അയച്ച
നയപ്രഖ്യാപന പ്രസംഗമാണ്. പക്ഷേ ആ പ്രസംഗം വായിക്കാൻ ഗവർണർക്ക് പറ്റില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം പറഞ്ഞത്. അത് ഗവർണർ വായിച്ച് ഒപ്പിട്ട പ്രസംഗത്തിൽ ഗവർണർക്ക് അതൃപ്തി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൽ ഒപ്പിടാതിരിക്കാമായിരുന്നു. പക്ഷേ ഗവർണർ അത് ചെയ്തില്ല. ഒപ്പിട്ട പ്രസംഗമാണ്. പക്ഷേ ആ പ്രസംഗം ഗവർണർ ഇവിടെ വന്നപ്പോൾ ഗവർണർക്ക് വായിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഗവർണർ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഗവർണർ സർക്കാർ പോരിൽ മാത്രം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒതുങ്ങി നിന്നു. ഒറ്റ ചോദ്യം മാത്രമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സജീവ ചർച്ചയായി നിൽക്കുന്ന എക്സാലോജിക്ക് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ ആരോപണം, മുഖ്യമന്ത്രിയുടെ പേര് ഈ പറയുന്ന ROCയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെട്ട് അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയാണ് പരോക്ഷമായി CMRനെ നിയന്ത്രിക്കുന്നത് എന്നടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ROCയുടെ റിപ്പോർട്ടിൽ. ആ റിപ്പോർട്ടിൻ്റെ വിഷയം പോലും ആ വാർത്താ സമ്മേളനത്തിൽ ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നു വന്നില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവർ പറയുന്നുണ്ട്. അതിനാൽ തന്നെ അതെല്ലാം മറച്ചു വെക്കാനുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് സർക്കാർ ഗവർണർ പോര് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. എന്തായാലും വരും ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള നിമിഷം എന്ത് വരുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല.